ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എൻ്റെ അമ്മയ്ക്കൊപ്പം കുറേ നാൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളിവിടെ കൊണ്ടുവന്ന പോലീസുകാരിയായ ആൻറ്റി ദുർഗയുടെ അമ്മയായിരുന്നുവെന്ന് ഇന്നാ ഞാൻ അറിയുന്നത്. അമ്മയ്ക്ക് എന്താ അമ്മേ ആരുടെ മുമ്പിൽ എന്താ പറയണ്ടെന്ന് വല്ല ബോധമുണ്ടോ? എന്റെ ബോധത്തിന് ഒരു കുറവുമില്ല. ഈ വീട്ടിലുള്ള രണ്ടുപേരെ നിങ്ങൾ ഒഴിവാക്കി സംസാരിച്ചപ്പോഴേ ഞാനത് കേട്ടു നിൽക്കണോ? അതൊന്നും ഇവിടെ നടക്കില്ല. എന്റെ ദുർഗമോളെ ഒറ്റപ്പെടുത്താൻ നിങ്ങളൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സമ്മതിക്കുന്നു കരുതണ്ട. ദുഷിച്ച മനസ്സുമായി നിങ്ങളൊക്കെ എത്രയൊക്കെ കെട്ടിയൊരുങ്ങിയാലും ഒരു പ്രയോജനവും നിനക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഓ മുത്തശ്ശിങ് വന്നേ. എന്താടാ വാ പോവാ വാ വാന്നേ. മുത്തശ്ശി മാസാണല്ലോ. ഇതൊക്കെ എന്തടാ, ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നീ കണ്ടോടാ അടിപൊളി. എന്നോടാ കളി. ഞാനിന്ന് ഇറങ്ങട്ടെ. ശരി. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാ മതി. ശരി. ശരി. ദുർഗ ഇന്നല്ലേ ആദ്യമായി ഇവിടെ വരുന്നത്? അതെ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എൻ്റെ അമ്മയ്ക്കൊപ്പം കുറേ നാൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളിവിടെ കൊണ്ടുവന്ന പോലീസുകാരിയായ ആൻറ്റി ദുർഗയുടെ അമ്മയായിരുന്നുവെന്ന് ഇന്നാ ഞാൻ അറിയുന്നത്. മനസ്സിലൊരു മങ്ങിയ ഓർമ്മയായി ഈ സ്ഥലവും ഇവിടുത്തെ മരങ്ങളും ചെടികളും എല്ലാം ഉണ്ട്. കിരൺ എന്താ ഇത്രയും നേരം എന്നോട് ഈ കാര്യം പറയാതിരുന്നത്? ഇവിടെ എത്തിയത് മുതൽ അമ്മയുടെ കാര്യങ്ങൾ ഓർത്ത് ഞാനാകെ ഇമോഷണലായി പോയി. അതിനിടയിൽ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. കിരണും അമ്മ ഇവിടെ എത്തിയിട്ട് പിന്നെന്താ സംഭവിച്ചത്? എന്നെ പഠിപ്പിക്കാൻ ഒരു സ്പോൺസർ വന്നെന്ന് തോന്നുന്നു. എന്നെ ദൂരെയുള്ള ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റി. സ്കൂളിൽ നിന്ന് അവധിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അസുഖം വന്ന അമ്മ പോയതോടെ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതായി. അങ്ങനെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ഓരോരുത്തരുടെയും സഹായങ്ങൾ കൊണ്ടാ കോളേജിലേക്ക് എത്തിയതും ബാക്കി പഠിച്ചതുമല്ല. കിരണിന്റെ അമ്മ ഇവിടെ തന്നെ ആയിരുന്നുവെങ്കിൽ അമ്മയുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ? വാ, നമുക്ക് ആ മാനേജറോട് ചോദിക്കാം. വാ. ഹലോ. ഹലോ അമ്മേ. പറ മോനെ, എന്താ വിശേഷിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കാര്യങ്ങൾ അറിയാൻ വിളിച്ചതാ. അവിടെ സുഖമല്ലേ എല്ലാവർക്കും? അതെ മോനെ. നിനക്കോ? എനിക്കെന്താ ഇങ്ങനെയൊക്കെ പോകുന്നു. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, സന്തോഷായിട്ടിരിക്കെ. എന്റെ സന്തോഷം ധനുമോളാ അമ്മേ. അവളുടെ വിശേഷങ്ങൾ കേൾക്കുന്നതിനും അറിയുന്നതിനും അപ്പുറം മറ്റു സന്തോഷമൊന്നും ഇപ്പില്ല. ആ, എല്ലാം വിധി. അല്ലെങ്കിൽ നീയും ഞങ്ങൾക്കൊപ്പം ഈ വീട്ടിലുണ്ടാവേണ്ടതല്ലേ? ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ ഒരു കാര്യമില്ല അമ്മേ. ആ അതെ. ധനുമോളെ സ്കൂൾ മാറ്റിയോ? ഞാൻ മോളെ കാണാൻ സ്കൂളിൽ പോയിരുന്നു. ആ, അത് ഞാൻ നിന്നോട് പറയാൻ മറന്നു. പൂർണിമ സ്കൂളിൽ ചെന്ന സമയത്ത് അവിടെയുള്ള ഒരു ടീച്ചറുടെ കുട്ടികളോടുള്ള സംസാരം പെരുമാറ്റം ശരിയല്ലായിരുന്നു. അതാ സ്കൂൾ മാറ്റിയത്. എടുത്തു ചാടി അങ്ങനെ ഒരു തീരുമാനം പൂർണ്ണിമ എടുക്കുന്നതല്ലോ. അതെ. പക്ഷെ ധനുമോളുടെ കാര്യത്തില് അവൾക്കൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല എന്നുള്ളത് സഞ്ജയ്ക്ക് അറിയാലോ. പെരുമാറ്റം ശരിയല്ലാത്ത ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സ്കൂളില് എങ്ങനെ ധനുമോളെ പഠിപ്പിക്കും? മോളുടെ കാര്യത്തിൽ പൂർണ്ണിമയ്ക്ക് തെറ്റുപറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാ. എവിടേക്കാ മോളെ മാറ്റിയത്? സ്കൂളിന്റെ പേര് എനിക്കറിയില്ല. പക്ഷെ
നമ്മുടെ ധോനിമോളെ പോലെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണെന്നറിയാം. പൃഥ്വി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ചേച്ചിയാ അവിടെ പഠിപ്പിക്കുന്നത്. ആഹാ, അത് നന്നായി. അപ്പൊ ധനുമോളെ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ. ആ ഒരു വിശ്വാസത്തിലാ പൂർണിമയും. നിനക്ക് സ്കൂളിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അതമ്മ ബുദ്ധിമുട്ടണ്ട, അതൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. ശരി മോനെ. എന്നാ ഞാൻ പിന്നെ വിളിക്കാമേ. ഓക്കെ, ശരി. ശരി. മോനെ, നീ അവിടെ എന്തെടുക്ക? ഞാനിവിടെ കളിക്കാമേ. ഇന്ന് വന്നേ, ഭക്ഷണം കഴിക്ക്. ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ഇപ്പൊ വരാമേ. ദേ ഓടിക്കളിക്കില്ലേ, വീരും. ഇല്ല, വീരില്ല. ഞാൻ പറഞ്ഞതല്ലേ. അമ്മയുടെ മോനിങ് വന്നേ. വാ, ഇവിടെ ഇരിക്കും. അമ്മ വാരിത്തരാം. ഈ മുറിയിലാ കിരണിന്റെ അമ്മ താമസിച്ചത്. ഇപ്പൊ ഇവിടെ വേറെ രണ്ടുപേരാ താമസിക്കുന്നത്. ഈ മുറിയിൽ ഇപ്പോഴും എന്റെ അമ്മ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവരുടെ പ്രസൻസ് അവര് ഈ മുറി വിട്ടു പോയാലും നമുക്കൊപ്പം തന്നെ ഉണ്ടാവും. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആളാ ഞാൻ. കിരണിന്റെ അമ്മയുടെ ഒരു ബാഗ് ഞങ്ങൾ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കിരൺ വന്നാൽ തരാനായിട്ട് വെച്ചിരുന്നതാ. ഞാൻ അതെടുത്തിട്ട് വരാം. ശരി. ദാ. വരൂ, അങ്ങോട്ട് പോ. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ, ഇടയ്ക്ക് വരാം. ശരി.